എന്നാൽ 1957 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSസുമായിട്ട് പല സ്ഥലത്തും ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദം. ഈ RSSനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമായിരുന്നു. RSSുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ. കൂത്തുപറമ്പിൽ 5000 വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് BJPയുടെ അന്നത്തെ RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഉദുമയിൽ അന്ന് മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് EMS അല്ലേ? ഈ ചരിത്ര വസ്തുതകളൊന്നും മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലാണ് ഈ വസ്തുതകൾ വളച്ചൊടിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തൊടുത്തുവിട്ട RSS ആരോപണത്തിൽ കത്തുകയാണ് CPM. പ്രതിപക്ഷ ധർമ്മം നിറവേറ്റി കോൺഗ്രസ് കൂടെ നിൽക്കുമ്പോൾ പോളിംഗ് ദിനമായ ഇന്ന് സംഭവത്തിന് ഗൗരവം അല്പം കൂടിയിട്ടുമുണ്ട്. സംഭവത്തിൽ വാദവും മറുവാദവും ഒടുങ്ങുമ്പോൾ CPM RSS ബന്ധത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ത് എന്ന് പരിശോധിക്കാം. വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും നേതാക്കൾ മറയിടാൻ ശ്രമിക്കുമ്പോഴും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ CPMഉം ജനസംഘവും അടക്കം ജനതാ പ്ലാറ്റ്ഫോമിൽ സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ജനരോഷമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കും കോൺഗ്രസിനുമെതിരെ ഒന്നിച്ചുള്ള മത്സരത്തിനും വഴി തുറന്നത്. RSSന്റെ രാഷ്ട്രീയ മുഖമായ ജനസംഘം ജയപ്രകാശ് നാരായണന്റെ ജനതാ മുന്നണിയിൽ ചേർന്നതോടെ LK അദ്വാനിയും AB വാജ്പേയിയും മുന്നണിയുടെ പ്രധാന കാര്യക്കാരായിരുന്നു. കൽപ്പയേന്തിയ കർഷകനായിരുന്നു തെരഞ്ഞെടുപ്പ് ചിഹ്നം. K ചന്ദ്രശേഖരൻ ചെയർമാനായി ജനതാ പാർട്ടി കേരള ഘടകം രൂപം കൊണ്ടു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് എന്നിവയും കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായി. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. 6 മാസം വീതം 3 തവണ നീട്ടിയ ശേഷമാണ് 1977 മാർച്ച് 19 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വെട്ടിമുറിച്ച കോട്ടയിൽ നടന്ന CPM പൊതുയോഗത്തിൽ ഏകാധിപത്യത്തിനെതിരെ രംഗത്തിറങ്ങാൻ EMS ആഹ്വാനം ചെയ്തു. ഉദുമയിൽ CPM ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ജനസംഘം നേതാവായ KG മാരാർ. 1977 മാർച്ച് 3 CPMന്റെ പാലക്കാട് സ്ഥാനാർത്ഥി T ശിവദാസ മേനോന്റെ കൺവെൻഷൻ പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്തത് LK അദ്വാനിയാണ്. അദ്വാനിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തത് O രാജഗോപാലും. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തിരുവനന്തപുരത്തും അദ്വാനി അന്ന് പ്രസംഗിച്ചിരുന്നു. CPM നേതാക്കളും വേദിയിലുണ്ടായിരുന്നു. കൂത്തുപറമ്പിൽ നിന്നാണ് പിണറായി വിജയൻ ജനവിധി തേടിയത്. 1970 തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ 743 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എങ്കിൽ ജനസംഘം ഉൾപ്പെടെ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട 1977 പിണറായിയുടെ ഭൂരിപക്ഷം 4401 ആയി. അതേസമയം CPM നേതാക്കളടക്കം പ്രചരണത്തിന് ഇറങ്ങിയിട്ടും KG മാരാർ 3545 വോട്ടിന് തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയായിരുന്നു ജനവിധിയെങ്കിൽ കേരളത്തിൽ തിരിച്ചായിരുന്നു ഫലം. ജനതാ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ കേരളത്തിൽ ജനസംഘവും CPMഉം ഉൾപ്പെട്ട പ്രതിപക്ഷ മുന്നണി തകർന്നടിഞ്ഞു. 140-ൽ 29 സീറ്റാണ് പ്രതിപക്ഷ മുന്നണിക്ക് കിട്ടിയത്. കോൺഗ്രസ് 38, CPI 23, കേരള കോൺഗ്രസ് 20, മുസ്ലിം ലീഗ് 13, RSP 9, PSP 3, NCP 5 എന്നിങ്ങനെയായിരുന്നു ഭരണപക്ഷ സീറ്റ് നില. CPMന് 17 സീറ്റ് കിട്ടി. ജനതാ പാർട്ടി 6, പ്രതിപക്ഷ മുസ്ലിം ലീഗ് 3, പ്രതിപക്ഷ കേരള കോൺഗ്രസിന് 2, സ്വതന്ത്രർ 1 ഇങ്ങനെ മറ്റുള്ളവർക്ക് ലഭിച്ചു. EMS 1999 വോട്ടിന്റെ കഷ്ടിച്ച ഭൂരിപക്ഷത്തിൽ ആലത്തൂർ വിജയിച്ചപ്പോൾ KR ഗൗരി അരൂരിൽ PS ശ്രീനിവാസനോട് പരാജയപ്പെട്ടു. ചാത്തുണ്ണി മാസ്റ്ററും VS അച്യുതാനന്ദനും EK ബാലചന്ദ്രനും PK ചന്ദ്രാനന്ദനും പരാജയമറിഞ്ഞു. ശക്തി കേന്ദ്രങ്ങളായ ആലപ്പുഴയിലും പാലക്കാട്ടും CPM തകർന്നടിഞ്ഞു. ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ചില്ല. ജനസംഘവുമായി ചേർന്ന് അടിയന്തരാവസ്ഥയെ നേരിടാൻ കേന്ദ്ര കമ്മിറ്റിയുടെ ഭൂരിപക്ഷം അഭിപ്രായം ഉപയോഗിച്ച് CPM തീരുമാനമെടുത്തതാണ് ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ P സുന്ദരയ്യ ചുമതലകളിൽ നിന്ന് രാജിവെക്കാൻ കാരണം. പാരാമിലിറ്ററി ഫാസിസം അടിത്തറയായ RSSന്റെ പിൻബലമുള്ള പോസ്റ്റ് ഇമ്പീരിയലിസ്റ്റ് സംവിധാനമാണ് ജനസംഘമെന്ന് സുന്ദരയ്യ രാജിക്കത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ജനാധിപത്യ സമൂഹത്തിലെ ഇമ്പീരിയലിസ്റ്റ് വിരുദ്ധരും സോഷ്യലിസ്റ്റുകൾക്കുമിടയിൽ നാം ഒറ്റപ്പെട്ടു പോകാൻ ഈ തീരുമാനം കാരണമാകും എന്നതിനാലാണ് രാജിവെച്ചതെന്ന് 122 പേജുള്ള കത്തിൽ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. സുന്ദരയ്യ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും EMS ഉണ്ടായിരുന്നു. സുന്ദരയ്യയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറി ആയതും EMS തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ RSSുമായി സഹകരിച്ചു എന്ന MV ഗോവിന്ദന്റെ പരാമർശം തള്ളിക്കൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു.
50 വർഷം മുൻപ് സംഭവിച്ച രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ CPI ഇല്ല എന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. എന്ത് കാര്യം എപ്പോൾ പറയണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തതയുണ്ട് എന്നും ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായ RSSുമായി ഒരു ബന്ധവുമില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം വർത്തമാനം അപഹാസ്യമാണെന്ന് ബോധമുള്ളവർക്കാണ് 50 വർഷം പഴയ രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയുള്ളത്. LDF ആ വഴിക്ക് പോകാൻ പാടില്ല എന്നും ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായ RSSനോടും ന്യൂനപക്ഷ വർഗീയതയുടെ മുഖമായ ജമാഅത്തെ ഇസ്ലാമിയോടും LDFന് യാതൊരു തരത്തിലുള്ള സഖ്യവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ MV ഗോവിന്ദന് പിഴച്ചതല്ല, വ്യക്തമായ അജണ്ട തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ചില വ്യാഖ്യാനങ്ങളും മറുപക്ഷത്തുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി CPM സഖ്യം ചേർന്നുവെന്നും അത് വലിയൊരു അപരാധമല്ല എന്നും തുറന്നു സമ്മതിച്ച MV ഗോവിന്ദൻ നിലമ്പൂരിലടക്കം തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിന് RSS വോട്ട് സമാഹരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് എന്ന് RNPI സംസ്ഥാന സെക്രട്ടറിയായ N വേണു പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് സാധാരണ പാർട്ടി പ്രവർത്തകരെ അരുംകൊലയ്ക്ക് വിട്ടുകൊടുത്ത CPM അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘവുമായി തുടർന്ന പരസ്യബന്ധം മുതൽ തന്നെ പിണറായി കാലം വരെ RSSുമായി ഉണ്ടാക്കിയ ബന്ധം വരെ എല്ലാവർക്കും അറിയാമെന്നും വേണു കൂട്ടിച്ചേർക്കുന്നുണ്ട്. മുൻപ് പാനൂരിൽ PR കുറുപ്പിനെതിരെ RSSനെയും കൂട്ടി മുന്നണി രൂപവൽക്കരിച്ചാണ് CPM RSSുകാർ അരുംകൊല ചെയ്ത രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ ഗോവിന്ദനോടും CPM നേതൃത്വത്തോടും പൊറുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീഎം എന്ന ആളെ മധ്യസ്ഥനാക്കിക്കൊണ്ട് RSSുമായി വിലപേശിയ നേതൃത്വമാണ് ഇന്നത്തെ CPMന്റേതെന്നും ഇതിന് പ്രത്യുപകാരമായാണ് ശ്രീഎമ്മിന് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി പിണറായി വിജയൻ സൗജന്യമായി നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ സംഘപരിവാറുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുണ്ടാക്കിയ CPMമാണ് RSSനും BJPക്കും വളരാൻ ഇടമൊരുക്കിയത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മതേതര പാർട്ടികളുടെ വോട്ട് സമാഹരണം നടത്തുമ്പോൾ CPM കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് RSSനെ സഹായിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയെന്നും അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSSുമായി ബന്ധമുണ്ടാക്കുന്ന തന്ത്രം തന്നെയാണ് CPM സ്വീകരിക്കുന്നതെന്നും അതിന്റെ ചൂണ്ടുപലകയിലാണ് RSS ബന്ധം വലിയ അപരാധമല്ല എന്ന മട്ടിൽ MV ഗോവിന്ദൻ നടത്തിയ അഭിമുഖമെന്നുമാണ് വിമർശനമുള്ളത്. ഇത്തരത്തിൽ വോട്ടെടുപ്പ് ദിവസത്തെ രാഷ്ട്രീയ നാടകം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നാടോടി കഥകളുടെ ഭാഗമായി തന്നെ മാറിയിട്ട് കുറച്ചു കാലങ്ങളായി. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ ഭവന സന്ദർശനം നടത്തിയത് വിവാദമായിരുന്നു. പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടന്നപ്പോൾ CPMന്റെ മുതിർന്ന നേതാവായ EP ജയരാജൻ വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി. ശേഷം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ RSS ബന്ധവും വിവാദമായിരിക്കുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPMന്റെ പ്രധാന നേതാക്കൾ നടത്തുന്ന ഈ വിവാദ പരമ്പര CPM പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്.